ഒരൊറ്റ ചോദ്യം. നമ്മുടെ പ്രായത്തിലുള്ള ആളുകൾ ചുറ്റിനും നടക്കുന്ന കാര്യങ്ങളെ പറ്റി എത്രത്തോളം അവെയർ ആണെന്ന് നമുക്ക് നോക്കിയാലോ? അതും ലോക്സഭാ ഇലക്ഷൻ ഒക്കെ വരുവാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം. പോയാലോ? ഒറ്റ ചോദ്യം. അവര് ഓടുന്നു. എന്താണ് മോനെ ഇലക്ട്രിക് ബോണ്ട്? നിക്കൂ ഒരു സെക്കൻഡ്. ഒറ്റ ചോദ്യം. എന്താണ് ഇലക്ട്രിക് ബോണ്ട്? എന്തുവാ അറിഞ്ഞൂടാ? ഓടരുത് ഓടരുത്. കമന്റ് കേട്ടെടുത്ത് ഒരൊറ്റ ചോദ്യം ചോദിക്കുള്ളൂ. എന്താ ഇലക്ട്രൽ ബോണ്ട്? അറിയില്ല. കുട്ടി ഇവിടെ പോകുന്നു. നിക്കൂ. എന്താ ഇലക്ട്രൽ ബോണ്ട്? അറിയില്ല. ഇവിടെ അറിയാമോ? കേട്ടുണ്ടോ? മുഖം കണ്ടിട്ട് അറിയാമോ? എന്താ ഇലക്ട്രൽ ബോണ്ട്? എന്താ ഇലക്ട്രൽ ബോണ്ട്? കേട്ടിട്ടില്ല? പത്രം വായിക്കാറുണ്ടോ? ഇല്ല. ഹലോ ഗായ്സ്, എന്താണ് ഇലക്ട്രിക് ബോണ്ട്? റീസെന്റ് ആയിട്ട് നടന്ന സംഭവമാണ്. ഹായ്, എന്താണ് ഇലക്ട്രിക് ബോണ്ട്? എന്തോ ഇലക്ട്രിക് ബോണ്ട് അറിയില്ല. അറിയില്ല, കേട്ടിട്ടേ ഇല്ല. ബോണ്ടോ? ഇലക്ട്രിക് ബോണ്ട് തിരഞ്ഞെടുപ്പ് ബോണ്ട്. ആ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? എന്ത് സംഭവം? എന്ത് സംഭവം? ഓട്ടോയിൽ തിരഞ്ഞെടുക്കുന്നതാണോ? എനിക്ക് വലിയ അതിനെ കുറിച്ച് നോളജ് ഇല്ല. എന്നാലും ഒരു കേട്ടറിവ് വെച്ച് ഇലക്ഷന്റെ എന്തോ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണോ? ഞാൻ പോകുന്നു. ബൈ. എന്താണ് ഇലക്ട്രിക് ബോണ്ട്? എന്തോന്ന്? എന്താണ് ഇലക്ട്രിക് ബോണ്ട്? എന്താണ്? ബോണ്ടെന്ന് പറയുമ്പം സാധാരണ നമുക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന കൊടുക്കാം, ഡയറക്റ്റ് സംഭാവന കൊടുക്കാം. ഇതെങ്ങനെ കൊടുക്കാം? ബാങ്ക് വഴി. ബാങ്കിൽ ഒരു ബോണ്ട്, ഒരു സ്ട്രിപ്പ് അടിച്ചു വെച്ചിട്ടുണ്ട്. ഇത്ര ലക്ഷം, ആ കോടി, 10 കോടി, 100 കോടി. അപ്പോൾ നമുക്ക് ആർക്ക് വേണം വാങ്ങാം. നമ്മുടെ ഈ പ്രൈവറ്റ് സ്ഥാപനങ്ങളുണ്ടല്ലോ, അവർക്ക് വളരാനും ഈ രാഷ്ട്രീയ പാർട്ടികളെ സ്വാധീനിക്കാനുമുള്ള ഒരു എളുപ്പവഴി. ഓടരുത്. എന്താണ് ഇലക്ട്രിക് ബോണ്ട്? പെട്ടെന്ന് പറഞ്ഞാൽ മതി. ഇലക്ട്രിക് ബോണ്ട്. ഗൂഗിൾ ഇല്ലാതൊന്ന് പറഞ്ഞു നോക്കിയേ. ഇലക്ഷൻ കമ്മീഷന്റെ ഇലക്ഷൻ കമ്മീഷന്റെ ഹെഡ് ഓഫീസ് ആയിരിക്കും. ഇലക്ട്രൽ ബോണ്ട്. ബോണ്ടാ? ചുമ്മാ ഞാൻ പോയിക്കോട്ടെ. എന്താ മനെ ഇലക്ട്രൽ ബോണ്ട്? ഒരുപാട് വാർത്തയിൽ കേട്ടായിരുന്നു, പക്ഷെ എന്താ അറിയില്ല. അവിടെ ചേട്ടാ ഓടി ഓടി. വേണ്ട, ഈ വരുന്ന 2 ആൾക്കാരോട് ചോദിക്കാം. ഹായ്, ഒന്നിക്കോ. അല്ല, നമ്മളിന്നില്ല. നാളെ ഒറ്റ സെക്കൻഡ് തന്നാ മതി. എന്താണ് ഇലക്ട്രിക് ബോണ്ട്? അയ്യോ, എനിക്കറിയില്ല. അറിയോ എന്താണ് ഇലക്ട്രിക് ബോണ്ട്? അറിയില്ല. എന്താ ഇലക്ട്രൽ ബോണ്ട്? ഇലക്ട്രിക് ബോണ്ട് തിരഞ്ഞെടുപ്പ് ബോണ്ട്. തിരഞ്ഞെടുപ്പില് എനിക്കത്ര ഇതില്ല. ഞാൻ വോട്ട് ചെയ്യില്ല, ചെയ്യാറില്ല. എൻ്റെ വോട്ട് ഒരിക്കൽ കള്ള വോട്ട് ചെയ്യുന്നു. ഞാൻ പിണറായി വിജയൻ്റെ വീട്ടിനടുത്താണ്, ധർമ്മടം മണ്ഡലം. അതോടെ ഞാൻ ബഹിഷ്കരിച്ചു. എന്താ ഇലക്ട്രൽ ബോണ്ട്? ഇലക്ട്രിക് ബോണ്ട് എന്ന് പറഞ്ഞാൽ കമ്മീഷൻ വാങ്ങിക്കും. അതായത് ഇ ഡിയെ വിടും, എന്നിട്ട് ഇത് ഒത്തുതീർപ്പാക്കും. BJP എന്ന് പറഞ്ഞ ഒരു വാഷിംഗ് മെഷീനാണ്. പിന്നെ കൊള്ള സംഘവും, കൊള്ളയടി, പച്ചയായ കൊള്ളയടി. CBIയെ വിടുക, പിന്നെ ED വിടുക, പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ പാർട്ടിക്കാരുടെ വിട്ട് കാശ് വാങ്ങിക്കുക. ഇത് തന്നെ. എന്താണ് ഇലക്ട്രൽ ബോണ്ട്? ഇലക്ട്രൽ ബോണ്ട് ഇല്ല, എനിക്ക് പറയാവുന്ന കാര്യം നിൽക്കറിയണം. എനിക്കറിയാം. ഞാൻ ഈ പാർട്ടി പൊളിറ്റിക്സ് എനിക്ക് ഒരു ഇതെന്താ എന്തെങ്കിലും പൊളിറ്റിക്സ്. ഓ ഫൈൻ, എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ വോട്ടും ചെയ്യാറില്ല.
കേട്ടിട്ട് എന്തോ തോന്നുന്നു കെമിസ്ട്രിയിലെ ഇലക്ട്രോൺ തമ്മിലുള്ള ബോണ്ടോ അങ്ങനെയല്ലേ? തട്ടിപ്പിൻ്റെ ആളുകളോ അതാണ് അക്ഷരാർത്ഥത്തിൽ നടന്നുള്ളൂ. പിന്നെ നിങ്ങളിത് ചോദിക്കുന്നത് തന്നെ പുതിയ ലോകത്തിൻ്റെ ഒരു വലിയ പ്രതികരണമാണ്. പുതിയ സമൂഹം അത് ചോദിക്കാൻ തയ്യാറാവും. ഒറ്റ ചോദ്യം,